ഓർപ്പിച്ചിട്ടുണ്ട്. സാറിനെ സ്നേഹപൂർവ്വം ക്ലാസ് നയിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഒന്നുമില്ല. ഹലോ ഹലോ, വോയിസ് കുറച്ചുകൂടെ ക്ലിയർ ആണ് സാർ. രവി സാറെ വോയിസ് ഇപ്പൊ കിട്ടല്ലോ സാറേ? ഓക്കെ ഓക്കെ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത GBDC പെരുമ്പാവൂർ ലെക്ചർ അവറാജൻ സാർ, സിറ്ററിലെ മറ്റു സുഹൃത്തുക്കള്, ഇന്ന് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്റെ 2 ക്ലാസ് കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞത് ബോയിലറുകളായിരുന്നു. ബെൻസൺ ബോയിലർ, ലേമൗണ്ട് ബോയിലർ. അത് കഴിഞ്ഞു ഞാൻ സ്റ്റീം പൈപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ എന്തിനാണ് ബോയിലർ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ സ്റ്റീം ജനറേറ്റ് ചെയ്ത് അത് ടർബൈനിൽ യൂസ് ചെയ്ത് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട്. ബോയിലറിൽ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റീം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണത് പൈപ്പിംഗ് വഴിയാണ്. സ്റ്റീം പൈപ്പിംഗ്. അപ്പൊ സ്റ്റീം പൈപ്പിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൈപ്പിലൂടെ ഹീറ്റ് ലോസ് കുറയ്ക്കുന്ന രീതിയിലുള്ള പൈപ്പുകളായിരിക്കും. അപ്പോൾ പൈപ്പുകൾക്ക് 2 ഗുണങ്ങൾ ഉണ്ടാണ്. ഒന്ന്, ഹൈ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ അതിൽ ഹീറ്റ് ലോസ് കുറയ്ക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഹീറ്റ് ലോസ് ഒരിക്കലും സീറോ ആക്കാൻ പറ്റില്ല. തെർമൽ കണ്ടക്ടിവിറ്റി സീറോ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇല്ല. അപ്പോൾ ഇൻസുലേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് മെറ്റീരിയലും കവർ ചെയ്ത് ഉള്ള ഒരു പൈപ്പ് ആയിരിക്കും ഉപയോഗിക്കുക. അതിന് 2 ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൈ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യണം, ഹീറ്റ് ലോസ് കുറയ്ക്കാനായിട്ട് ഒരു കവറിങ് ഉണ്ടാണ്. അപ്പൊ സ്റ്റീം ഇൻസുലേഷന്റെ ഗുണങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റീം ഇൻസുലേഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീമിന്റെ ഹീറ്റ് ലോസ് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റീം ടർബൈനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അടുത്തത് ബോയിലർ ഡ്രോട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? നമ്മളെപ്പോഴും ബ്രോയിലർ ഡ്രോട്ട് എന്ന് പറയുന്നു എങ്കിലും അത് ശരിക്കും ചിമ്മിണി ഡ്രോട്ടാണ്. അതായത് ബോയിലർ വർക്ക് ചെയ്യുമ്പോൾ അതിന് അടിയിൽ ഉണ്ടാവുന്ന ഫർണസ് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ബോയിലർ വർക്ക് ചെയ്യുക. അപ്പൊ ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫർണസിൽ ഉണ്ടാകുന്ന ഗ്യാസുകൾ നമ്മൾ എക്സോസ്റ്റ് ചെയ്ത് കളയണം. അതിനുള്ള പ്രോസസ്സിനെയാണ് ഡ്രോട്ട് എന്ന് പറയുമ്പോൾ. ഡ്രോട്ടിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ flow of air and discharging gases through the chimney to the atmosphere is known as drought. Flow of air and discharges the gas through the chimney to the atmosphere is known as drought. ഇനി നമ്മൾ എയർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകണം എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ്. കാരണം ചൂടായ എയറിന്റെ പ്രഷറും അറ്റ്മോസ്ഫിയറിന്റെ പ്രഷറും കൂടി നോക്കുമ്പോൾ ചൂടായ എയറിന്റെ പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ ചൂടായ എയർ കത്തി മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു പ്രഷർ ഡിഫറൻസ് കൂടുമ്പോൾ, അതായത് കത്തണ എയറിന്റെ പ്രഷർ കൂടുതലാണെങ്കിൽ അത് കൂടുതൽ സ്പീഡിൽ മുകളിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഈ കത്തുന്ന എയർ പെട്ടെന്ന് പുറത്തേക്ക് പോകും. അതിനെയാണ് ഡ്രോട്ട് എന്ന് പറയുക. അത് 3 ടൈപ്പ് ഉണ്ട്, 4 ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ, ഫോഴ്സ്ഡ്, ഇൻഡ്യൂസ്ഡ് ആൻഡ് ബാലൻസ്ഡ് ഡ്രോട്ട്. ഫോഴ്സ്ഡ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ്, ബാലൻസ്ഡ് ഡ്രോട്ട്. നാച്ചുറൽ ഡ്രോട്ടിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ വീട്ടിൽ സാധാരണ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മൾ ഈ പുകയില്ലാത്ത അടുപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനൊരു പുകക്കുഴലി മുകളിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം അത് വീട്ടിലൊന്നും പുകയൊന്നും വരില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഴലിൽ കൂടി മുകളിലേക്ക് പോകും. അവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ ഡിഫറൻസ് ആണ്. അതായത് അറ്റ്മോസ്ഫിയറിനേക്കാളും പ്രഷർ ഇൻസൈഡ് കത്തുമ്പോഴുള്ള പ്രഷർ കൂടുതലായതുകൊണ്ട് ഓട്ടോമാറ്റിക് അത് പോകും. അതിനാണ് നാച്ചുറൽ ഡ്രോട്ട് ഓർ ചിമ്മിണി ഡ്രോട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല സ്പീഡിൽ കത്തുകയാണെങ്കിൽ ഡ്രോട്ടിന്റെ സ്പീഡും കൂടും. അപ്പൊ ഈ കത്തുന്നതിനൊപ്പം തന്നെ ഈ പുകയ്ക്കൊപ്പം ഹീറ്റിന്റെ ട്രാൻസ്ഫർ കൂടും. അപ്പൊ ആവശ്യത്തിന് ഹീറ്റ് ബോയിലറിലേക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നാച്ചുറൽ ഡ്രോട്ട്. അത് വേറൊരു പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. ഇനി കത്തൽ കുറവാണെങ്കിൽ ആവശ്യത്തിന് അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളിലേക്കും വരില്ല ഈ നാച്ചുറൽ ഡ്രോട്ട്. ചിലപ്പോൾ നമ്മൾ വിറക് കത്തിക്കാൻ നേരത്തെ അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താണ് നാച്ചുറൽ ഡ്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ഡ്രോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ചിമ്മിനി ഡ്യൂ ടു ദി ഡെൻസിറ്റീസ് ബിറ്റ്വീൻ ദി ഹോട്ട് ഗ്യാസ് ഇൻസൈഡ് ദി ചിമ്മിനി ആൻഡ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് എയർ ഔട്ട്സൈഡ് ഇറ്റ്. അപ്പൊ അതാണ് നാച്ചുറൽ ഡ്രോട്ട് എന്ന് പറഞ്ഞത്. അതായത് അവിടെ ആ ഫർണസ് എവിടെ ഇരിക്കുന്നത് അവിടത്തെയുള്ള കണ്ടീഷൻ വെച്ചിട്ട്, അവിടുത്തെ അറ്റ്മോസ്ഫിയറിലെ കണ്ടീഷനും ഇൻസൈഡ് കണ്ടീഷനും ബോയിലറിന്റെ ഇൻസൈഡ് കണ്ടീഷനും വെച്ചിട്ട് ഗ്യാസ് പുറത്തേക്ക് പോകുന്നതിനാണ് നാച്ചുറൽ ഡ്രോട്ട് എന്ന് പറയുന്നത്. നാച്ചുറൽ ഡ്രോട്ടിന്റെ ഒരു നമ്മൾക്ക് അതിലൊരു കൺട്രോൾ ഇല്ല. ചിലപ്പോൾ അവിടുത്തെ നാച്ചുറൽ എയർ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് കത്തി പുറത്തേക്ക് പോകുമ്പോൾ ഹീറ്റ് കൂടുതലായിട്ട് പോകും. ഇനി നാച്ചുറൽ എയർ കുറവാണെങ്കിൽ കത്താനായിട്ട് വേണ്ട ആവശ്യത്തിനുള്ള എയർ കിട്ടുകയില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അതിലുണ്ട്.
അതിനാണ് പറഞ്ഞത് ചെമിനി ഡ്രോട്ട് വേരീസ് വിത്ത് ക്ലൈമറ്റിക് കണ്ടീഷൻ, ടെമ്പറേച്ചർ, ഫർണസ് ഗ്യാസസ് ആൻഡ് ഹൈറ്റ് ഓഫ് ചിമ്മിനി. ഹൈറ്റ് ഓഫ് ചിമ്മിനി ഒക്കെ കൂടുതലാണെങ്കിൽ വളരെ പെട്ടെന്ന് ഗ്യാസ് പുറത്തേക്ക് പോകും. ആ പോകുന്നതിനൊപ്പം തന്നെ കണ്ടമാനം ഹീറ്റും കൂടി എല്ലാം തെർമൽ എഫിഷ്യൻസി ഫർണസിന്റെ കുറയാൻ ചാൻസ് ഉണ്ട്. നാച്ചുറൽ ഡ്രോട്ട് സാധാരണ മിക്ക ഫർണസുകളിലും മിക്ക ഫർണസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന ഫർണസുകളൊക്കെ ഇപ്പൊ നമ്മളൊരു പ്ലൈവുഡ് ഫാക്ടറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നാച്ചുറൽ ഡ്രോട്ട് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ ഒന്നും കൂടി ഫോഴ്സ് ഓർ ഫാൻ ഡ്രോട്ട്. അപ്പൊ ഇൻ കേസ് ഓഫ് ഫോഴ്സ്ഡ് ഡ്രോട്ട്, ഫാൻ ഡ്രോട്ട്, ദി ഫാൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദി ഗ്രേറ്റ് ആൻഡ് എയർ ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു ദി ഗ്രേറ്റ് ത്രൂ ക്ലോസ്ഡ് ആഷ് പിറ്റ്. അപ്പൊ ഫർണസിന്റെ തൊട്ടടുത്ത് നമ്മളൊരു ബ്ലോവർ വെച്ച് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി എയർ ഡെൻസർ ആയിട്ട് ഫർണസിനകത്തേക്ക് വരും. അപ്പൊ കുറച്ചും കൂടി എയർ കത്താനായിട്ട് കിട്ടുമ്പോഴത്തേനും കുറച്ചും കൂടി ഫുള്ള് കമ്പസ്റ്റൻ നടക്കും. അത് എക്സോസ്റ്റ് ഡ്രോട്ടിൽ കൂടി അല്ല എക്സോസ്റ്റ് ചിമ്മിനി കൂടി കയറി പോകും. അപ്പൊ നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം ഒരു ബ്ലോവർ, ബോയിലറിന്റെ മുകളിൽ താഴെ ഫർണസിലേക്ക് നമ്മൾ ബ്ലോവർ വഴി എയർ പമ്പ് ചെയ്യും. ഇത് പിന്നെ ഈ എയറിലെ മാക്സിമം ഹീറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി എക്കണോമൈസറും എയർ പ്രീ ഹീറ്ററൊക്കെ കഴിഞ്ഞിട്ടാണ് ചിമ്മിനി വഴി എക്സോസ്റ്റ് ആയി പോകുന്നത്. അപ്പോ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡെൻസർ എയർ കിട്ടും, കമ്പസ്റ്റൻ കൂടുതലായിരിക്കും. ഇവിടെയും ഒരു പ്രശ്നമുള്ളത് ഈ ബ്ലോവറിന്റെ സ്പീഡ് നല്ലപോലെ കൂടുതലാണെങ്കിൽ കുറെ എയർ പെട്ടെന്ന് കത്താണ്ടും ഈ എക്കണോമൈസറും ഇതും വഴി എക്സോസ്റ്റ് വഴി പോവാം. ഇനി ഇൻഡ്യൂസ്ഡ് ഓർ ഫാൻ ഡ്രോട്ട്, അതായത് നമ്മളുടെ റൂമിലേക്ക് ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ച് ഉള്ളിലേക്ക്, അങ്ങനത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഉള്ളിലേക്ക് പമ്പ് ചെയ്യണതും ഒരു റൂമിൽ എക്സോസ്റ്റ് ഫാൻ വെച്ച് പുറത്തേക്ക് പമ്പ് ചെയ്യണം നമ്മളുടെ ഒരു വ്യത്യാസം ആലോചിച്ച് കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ്ഡ് ഡ്രോട്ടും ഇൻഡ്യൂസ്ഡ് ഡ്രോട്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇൻഡ്യൂസ്ഡ് ഡ്രോട്ടിൽ എയർ പ്രീ ഹീറ്ററും എക്കണോമൈസറും കഴിഞ്ഞിട്ട് ഒരു ബ്ലോവർ വെച്ച് എയർ വലിക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫോഴ്സ്ഡ് ഡ്രോട്ടില് ബ്ലോവർ വെച്ച് പമ്പ് ചെയ്യുമ്പോഴത്തേനും ഫർണസിലേക്ക് എയർ തള്ളിയായിരിക്കും വരിക. ആ ഫർണസിൽ എല്ലാ ഏരിയയിലേക്കും അത് യൂണിഫോം ആയിട്ട് പരക്കുകയില്ല. പക്ഷെ ഇൻഡ്യൂസ്ഡ് ഡ്രോട്ടിൽ ഇവിടെ നിന്ന് വലിക്കണമുണ്ട് ഈ ഫർണസിന്റെ ഓപ്പണിംഗ് വഴി രണ്ട് ഏരിയയിലേക്കും വന്നിട്ട് എല്ലാ ഏരിയയിലും യൂണിഫോം ആയിട്ടായിരിക്കും മിക്സിങ് നടക്കുക. അപ്പൊ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ഇനിയാണ് ബാലൻസ്ഡ് ഡ്രോട്ട്. ഈ ഇൻഡ്യൂസ്ഡ് ഡ്രോട്ടും ഫാൻ ഡ്രോട്ടിന്റെയും പ്രശ്നം ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ ബ്ലോവർ വെക്കുക. അതിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഫർണസിലേക്ക് കൂടുതൽ എയർ വരും. കൂടുതൽ എയർ വന്നാലും ഈ കമ്പസ്റ്റൻ മുഴുവൻ നടന്നിട്ടും പിന്നെ കുറെ എയർ വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പൊ അതുപോലെ ഫർണസിനകത്ത് കത്തിയിട്ട് കുറച്ചു നേരം എയറും ഫ്യൂൽ ബേൺ ചെയ്ത് ഫ്യൂൽ എന്നാൽ ആ ഹീറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫർണസിനകത്ത് കത്തിയ ഊർജ്ജം, അതാണ് നമ്മൾ 3 T's ഓഫ് കമ്പസ്റ്റൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടർബുലൻസ്, ടൈം. ആ ടൈം ഒരു ഇമ്പോർട്ടൻസ് ആണ്. അതായത് കത്തിയ ഗ്യാസസ് ഓൺ ദ സ്പോട്ടിൽ എക്സോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിന്റെ ഹീറ്റ് ഫുള്ള് ബോയിലറിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം ഇൻഡ്യൂസ്ഡും ഫാൻ ഡ്രോട്ടിലും വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാലൻസ്ഡ് ഡ്രോട്ട് എന്ന് പറയുന്ന മൂന്നാമത്തെ സെറ്റപ്പിലേക്ക് വരും. ഇവിടെ ഫർണസിന് മുമ്പ് ഒരു ബ്ലോവർ വെക്കുകയും ചെയ്യും, എയർ പ്രീറ്റ് കഴിഞ്ഞിട്ട് ഒരു ബ്ലോവർ കൊടുക്കുകയും ചെയ്യും വലിക്കാനായിട്ട്. അപ്പൊ ഈ രണ്ടിന്റെയും കൂടി സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എനർജി നമുക്ക് ബോയിലറിലേക്ക് കൊടുക്കാം, എക്സോസ്റ്റിലേക്ക് ആവശ്യത്തിനുള്ള കമ്പസ്റ്റ് ചെയ്ത് മാക്സിമം ഹീറ്റ് യൂട്ടിലൈസ് ചെയ്ത കമ്പസ്റ്റൻ എയർ മാത്രമേ പോവുള്ളൂ. അപ്പോ എന്താണ് ബോയിലർ ഡ്രോട്ട്? ദ ഡിഫറൻസ് ഇൻ, ഒന്നുകൂടി ഒന്ന് പറയാണ്, ഡിഫറൻസ് ഇൻ പ്രഷർ ടു മെയിൻറ്റെയിൻ ദി കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് എയർ ഇൻ ദി ഡിസ്ചാർജിങ് ഗ്യാസസ് ത്രൂ ദി ചിമ്മിനി ടു അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് നോൺ. അതായത് ആ പ്രഷർ ഡിഫറൻസ് കീപ്പ് ചെയ്തിട്ട് എക്സോസ്റ്റ് ചിമ്മിനിയിലുള്ള ഫർണസിലുള്ള ഗ്യാസ് എക്സോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡ്രോട്ട് എന്ന് പറയുക. 3 ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ ഡ്രോട്ടിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, കത്തുന്ന എയർ അതേപോലെ ഡിസ്ചാർജ് ആയി പോകും, നമ്മൾ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഫോഴ്സ്ഡ് ആൻഡ് ഫാൻ ഡ്രോട്ട്, പിന്നെ ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട്, ബാലൻസ്ഡ് ഡ്രോട്ട്. ഇപ്പൊ നമ്മളുടെ പവർ പ്ലാന്റിൽ ഒരു പ്രോസസ് അനുസരിച്ച് എന്താണ് ഫ്യൂവൽ എന്ന് പഠിച്ച്, ഫ്യൂവലിന്റെ കമ്പസ്റ്റിന്റെ കാര്യങ്ങൾ പഠിച്ച്, ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കുന്ന പഠിച്ച്, പിന്നെ നമ്മൾ ബോയിലറുകൾ പഠിച്ച്, ബോയിലറിലുള്ള 2 ടൈപ്പ് ബോയിലർ പഠിച്ച്, പിന്നെ ഫർണസിന്റെ കമ്പസ്റ്റിനും അതിന്റെ ഡ്രോട്ടും പഠിച്ച്. ഇത് കഴിയുമ്പോഴാണ് നമ്മൾ സ്റ്റീം പവർ പ്ലാന്റിലെ മെയിൻ കൺസെപ്റ്റ് ആയ എന്താണ് സ്റ്റീം ടർബൈൻ, അപ്രീഷിയേറ്റ് ദ വർക്കിംഗ് ഓഫ് സ്റ്റീം ടർബൈൻ.
നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീം പവർ പ്ലാന്റിലേക്ക് പവർ ജനറേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആയി. ഈ പവർ ജനറേറ്റ് ചെയ്യണം. അതിന് എന്തുകൊണ്ടും എക്കണോമിക്കലായിട്ടുള്ളത് സ്റ്റീം ടർബൈൻ. ആദ്യകാലങ്ങളിൽ അത് സ്റ്റീം എഞ്ചിൻസ് ആയിരുന്നു. സ്റ്റീം എഞ്ചിൻസ് എന്ന് പറയുമ്പോഴത്തേനും സ്റ്റീം ടർബൈനും സ്റ്റീം എഞ്ചിനും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് എനർജിയാണ്. അതായത് ഒരു സ്റ്റീം ടർബൈൻ പ്രൊഡ്യൂസ് ചെയ്യണ സെയിം പവർ ഒരു സ്റ്റീം എഞ്ചിൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തെർമൽ എഫിഷ്യൻസി കുറവാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം സർഫസ് ഏരിയ കൂടുതൽ വേണ്ടി വരും. കണ്ടമാനം സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഒരു വലിയ ബിൽഡിങ്ങിന്റെ അത്രയുള്ള ഒരു സ്റ്റീം എഞ്ചിന് പകരം നമുക്കൊരു ചെറിയ സ്റ്റീം ടർബൈൻ ഉണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള എനർജി പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ലിസ്റ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റീം ടർബൈൻ ഓവർ സ്റ്റീം എഞ്ചിൻസ്. Steam turbines may be developed higher speed and greater steam range as possible. The efficiency of steam turbine is high. Steam engine ആയിട്ട് നോക്കുമ്പോഴത്തേനും steam turbine efficiency high ആണ്. Steam consumption is less. കുറച്ച് steam മതി, അതുകൊണ്ടാണ് efficiency കൂടുതലാണെന്ന് പറയുന്നത്. Since all moving water enclosed in a casing, steam turbines are comparatively safe. The steam turbines require still less space. അതുകൊണ്ടാണ് പറഞ്ഞത് സ്പെസിഫിക് എനർജി കൂടുതലാണ്. അതായത് ഒരു കുഞ്ഞ് സ്റ്റീം ടർബൈൻ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റീം ടർബൈൻസ് സ്റ്റീം എഞ്ചിൻസ് റെസിപ്രോക്കേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ വൈബ്രേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ വലിയ രീതിയിലുള്ള ഫൗണ്ടേഷൻസ് നമുക്ക് വേണ്ടി വരും. അപ്പൊ സ്റ്റീം ടർബൈൻസിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ദർ ഇസ് ലെസ് ഫ്രിക്ഷണൽ ലോസ്. റൊട്ടേറ്റിംഗ് പാർട്സ് എങ്ങും ടച്ച് ചെയ്യണമെന്നില്ല, ബിയറിങ്ങുകൾ മാത്രമേ ഉള്ളൂ. മറ്റേത് സ്ലൈഡിങ്ങിൽ ഫ്രിക്ഷണൽ ലോസ് കണ്ടുപോകാനും വരും. ദി അപ്ലൈഡ് ടോർക്ക് ഈസ് മോർ യൂണിഫോം ഇൻ ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സ്റ്റീം എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേനും റെസിപ്രോക്കേറ്റിംഗ് ആകുമ്പോഴത്തേനും വൈബ്രേഷൻ ഉണ്ടാവും. ഓട്ടോമാറ്റിക് അതിൽ സ്റ്റോർ ചെയ്യേണ്ട എനർജി സ്റ്റോർ ചെയ്യേണ്ട ഫ്ലൈ വീലുകൾക്ക് നമ്മൾക്ക് സൈസ് കൂടുതലായിരിക്കും. അതേസമയം സ്റ്റീം ടർബൈൻസ് എന്ന് പറയുമ്പോഴത്തേനും റൊട്ടേറ്റിംഗ് പാർട്സ് ആണ്. റൊട്ടേറ്റിംഗ് പാർട്സ് എന്ന് പറയുമ്പോഴത്തേനും യൂണിഫോം ആയിട്ട് വർക്ക് ചെയ്യണോണ്ട് ലെസർ ഫ്ലൈ വീലുകൾ വേണമെങ്കിൽ വേണ്ടി വരുള്ളൂ. ദി സ്റ്റീം ടർബൈൻസ് റിക്വയർസ് ലെറ്റ് അറ്റൻഷൻ ഡ്യൂറിംഗ് ടൈം. മോർ ഓവർ റിപ്പയർ കോസ്റ്റ് ആർ ജനറലി ലെസ്. അതായത് പാർട്സിന്റെ എണ്ണം കുറയുമ്പോഴത്തേനും റിപ്പയർ കോസ്റ്റ് കുറയും. സ്പെസിഫിക് എനർജി മോറാണ്. സ്റ്റീം എഞ്ചിനെ വെച്ച് നോക്കുമ്പോഴത്തേനും സ്റ്റീം ടർബൈൻസ് നമ്മൾക്ക് ഇപ്പൊ സ്റ്റീം ടർബൈൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അമ്പലമുകൾ സൈഡിലൊക്കെ എറണാകുളം അമ്പലമുകൾ സൈഡിൽ FSCT വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റീം ടർബൈൻ കാണാൻ പറ്റും. നമുക്ക് എന്താണ് അതിന്റെ സ്പെസിഫിക് എനർജി എന്ന് പറയുമ്പോഴത്തേനും സ്പെസിഫിക് എനർജി എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം അവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാം, ഒരു വളരെ ചെറിയ സ്റ്റീം ടർബൈൻ വെച്ച് വളരെ വലിയ പമ്പുകളൊക്കെ വർക്ക് ചെയ്യാൻ കാണാൻ പറ്റും. ഇനി സ്റ്റീം ടർബൈന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. സ്റ്റീം ടർബൈൻസ് എന്ന് പറയുമ്പോഴത്തേനും വാട്ടർ ടർബൈൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ. അത് തന്നെയാണ് സ്റ്റീം ടർബൈനും മെയിൻ ക്ലാസിഫിക്കേഷൻ ഉള്ളത്, ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ. പിന്നെയുള്ളത് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ്. ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുമ്പോഴത്തേനും ഇമ്പല്ലറിന്റെ സെന്ററിൽ കൂടി ആയിരിക്കും ഫ്ലോ ഇൻലെറ്റ് വരിക. റേഡിയൽ ഫ്ലോ എന്ന് പറയുമ്പോഴത്തേനും പമ്പിന്റെ പോലെ തന്നെ ആയിരിക്കും. ഇനി അക്കോർഡിംഗ് ടു എക്സോസ്റ്റ് കണ്ടീഷൻ ഓഫ് സ്റ്റീം, അതായത് വാട്ടർ ടർബൈനിൽ നമുക്ക് അങ്ങനെ എക്സോസ്റ്റ് കണ്ടീഷനിൽ വെച്ച് പ്രത്യേകിച്ചൊന്നും ക്ലാസിഫിക്കേഷൻ വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇതിവിടെ നമ്മൾ വർക്ക് ചെയ്യിക്കണ മീഡിയം എന്ന് പറയുമ്പോഴത്തേനും വാട്ടർ തന്നെ ഡീമിനറലൈസ്ഡ് വാട്ടർ ആണ്. അപ്പൊ അതിന്റെ പ്രോസസ്സിന് വേണ്ടി നമ്മൾ കണ്ടമാനം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് വാട്ടർ ടർബൈനിലെ പോലെ വെറുതെ പുറത്തേക്ക് കളയാൻ പറ്റില്ല. അത് യൂട്ടിലൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കണ്ടൻസിങ് ടർബൈൻസ്. അത് രണ്ട് ഗുണമുണ്ട്. ടർബൈൻ്റെ എഫിഷ്യൻസി കൂടുകയും ചെയ്യും, നമുക്ക് വെള്ളം റീസർക്കുലേറ്റ് ചെയ്യാം. ഡീമിനറലൈസ്ഡ് വാട്ടർ നമുക്ക് റീസർക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. പിന്നെയുള്ള സാധാരണ ഉള്ളത് ഹൈ പ്രഷർ ടർബൈൻ, മീഡിയം പ്രഷർ ടർബൈൻ, ലോ പ്രഷർ ടർബൈൻ. പിന്നെ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സ്റ്റേജസ്, സിംഗിൾ സ്റ്റേജ്, മൾട്ടി സ്റ്റേജ്. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻസ് വരിക. ഇനി ഇതിന്റെ മെയിൻ ക്ലാസിഫിക്കേഷനും പിന്നെ കോമ്പൗണ്ടിങ് എന്താന്ന് പഠിക്കാം. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും എന്താണെന്ന് പഠിക്കേണ്ടി വരും. അതിനൊപ്പം തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇനി ഇമ്പൾസ് ടർബൈൻസ് റൺ ബൈ ദി ഇമ്പൾസ് ഓഫ് ദി സ്റ്റീം ജെറ്റ്. ഇൻ ദിസ് ടർബൈൻ
steam is first flow through nozzle. Then the steam jet impinged on the turbine blades and the mounted on the circumference of the wheel. ഇമ്പൾസ് ടർബൈൻസ് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പെൽറ്റൺ വീൽ തന്നെയാണ്. അത് തന്നെയാണ് ഇമ്പൾസ് ടർബൈൻ ഇവിടെ ഉണ്ടാകുക. ഈ പിക്ചർ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇപ്പൊ ബക്കറ്റിലേക്ക് നമ്മൾ 2 or 3 ഇതിൽ കൂടുതൽ നോസിലുകൾ കൊടുക്കാം. ഈ നോസിൽ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ നോസിലിൽ നിന്നുള്ള ഇമ്പൾസ് ഫോഴ്സ് ആണ് ഈ ടർബൈന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. സാറേ ഹലോ, ഇച്ചിരി സ്പീഡ് കുറയ്ക്കാൻ പറയുന്നുണ്ട് സാറേ. എവിടെ ഒന്നുകൂടി പറയണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത്തിരി സ്പീഡ് കുറയ്ക്കാൻ പറയുന്നുണ്ട്. അല്ലെ വോയിസ് ഇച്ചിരി കൂടെ ക്ലിയർ ആക്കാൻ പറ്റും. മൈക്കിന്റെ അടുത്തോട്ട് മൈക്കിന്റെ അടുത്തേക്ക് വെക്കണം. മൈക്ക് കുറച്ച് ഓക്കെ സാർ. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാനായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇച്ചിരി സ്പീഡ് കുറച്ച് പറയാനേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ ഡൗട്ടുകൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിലേ കുറച്ചുകൂടി എനിക്ക് അറിയാൻ പറ്റും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്നും വന്നിട്ടില്ല സാർ ഇതുവരെ. ഓക്കെ. അപ്പോ സ്റ്റീം ടർബൈൻ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇമ്പൾസും റിയാക്ഷൻ ടർബൈനുമാണ്. ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പെൽറ്റൺ വീൽ തന്നെയാണ് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. അത് തന്നെയാണ് സ്റ്റീം ടർബൈനിലും പെൽറ്റൺ വീലിന്റെ ഒരു ഉപയോഗം തന്നെയാണ്. ഇനി ഇമ്പൾസ് ടർബൈനിൽ കണ്ടില്ലേ, ബക്കറ്റിലേക്ക് നമുക്ക് 2 or 3 നോസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ നോസിലിൽ നിന്ന് വരുന്ന ഹൈ വെലോസിറ്റി വാട്ടർ ഇമ്പിഞ്ച് ചെയ്തിട്ടാണ് പെൽറ്റൺ വീൽ വർക്ക് ചെയ്യുക. ഇനി റിയാക്ഷൻ ടർബൈനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ ടർബൈൻ ഈ ഇമ്പൾസ് ടർബൈനിൽ നമ്മൾ ഈ നോസിലുകൾ ഒഴിവാക്കി ഇതിനൊരു കവറിങ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴത്തേനും ഈ കവറിങ്ങിന്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞിട്ട് ഉള്ളിൽ പുറത്തേക്ക് പോകും. ഇവിടെ എക്സോസ്റ്റ് ഇടും. അതിനൊരു ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ കേസ് വരുമ്പോഴത്തേനും ഇതല്ലേ, അതിനെയാണ് ഫ്രാൻസിസ് ടർബൈൻ നമ്മൾ പഠിച്ചേക്കണം. അവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളം ഒരു കേസിങ്ങിനുള്ളിൽ നിറഞ്ഞിട്ട് അതിന്റെ ഫോഴ്സും എടുക്കും, ഈ ഫോഴ്സും പ്രഷറും എടുക്കും, വെലോസിറ്റി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫ്രാൻസിസ് ടർബൈൻ പഠിച്ചേക്കണ എന്ന് പറയുമ്പോഴത്തേനും റിയാക്ഷൻ ടർബൈൻ എന്ന് പഠിക്കുമ്പോഴത്തേനും ഒരു പ്യുവർ റിയാക്ഷൻ ടർബൈൻ ഒരിക്കലും ഇല്ല. ചെറിയൊരു ഇമ്പൾസ് ഫോഴ്സ് അതിൽ വരുന്നുണ്ട്. അപ്പോ നമ്മള് ജനറലി ക്രൈറ്റീരിയസ് ചെയ്യുമ്പോൾ ഇമ്പൾസും റിയാക്ഷൻ ടർബൈൻസ് എന്നാണ് പറയണത്. നമ്മള് ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻസ് എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും റിയാക്ഷൻ ടർബൈൻസ് ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അതിന്റെ ഒരു വീഡിയോ സ്ക്രീനിൽ വീഡിയോ എന്താണ് കോൺസ്റ്റന്റ് പ്രഷർ എന്താണെന്ന് പറയാനായിട്ടാണ്. നമ്മളെപ്പോഴും പണ്ട് തൊട്ട് കേൾക്കാനാണ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോ ഒരു റിസീവർ ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു റിസീവർ ടാങ്ക് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഈ റിസീവർ ടാങ്കിൽ ഒരു ഫ്യൂവല് നമ്മൾ ഫ്യൂവൽ അല്ല, ഒരു ഫ്ലൂയിഡ് നമ്മൾ നിറച്ചിരിക്കുക. അതിന്റെ ഒരു പ്രഷർ മെഷർ ചെയ്യാനായിട്ട് നമ്മളൊരു ഗേജ് വെച്ചിട്ടുണ്ട് അല്ലെ. ഈ ഗേജ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രഷർ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. 5 kg. ഇനി അവിടെ ഒരു നോസിൽ വെച്ചിരിക്കുകയാണ്. ആ ഫ്ലൂയിഡ് ടാങ്കുമായിട്ട് അറ്റാച്ച് ചെയ്ത നോസിൽ വെച്ച് കഴിഞ്ഞാൽ നോസിലൂടെ ഫ്ലൂയിഡ് പാസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾക്ക് എന്താ ഇവിടെ റീഡ് ചെയ്യണ റീഡിങ് ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് റീഡ് ചെയ്യണ റീഡിങ് കുറഞ്ഞു വരും അല്ലെ, കുറഞ്ഞു വരും.
അപ്പൊ അതിനർത്ഥം എന്താ? ഒരു നോസിലൂടെ ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോഴത്തേനും പ്രഷർ കുറയും. അപ്പൊ എന്തോ സ്പീഡിലല്ല നോസിലിന്റെ ഉള്ളിൽ കൂടി ഫ്ലൂയിഡ് പോവുക. അതുകൊണ്ടാണ് പറയുന്നത് പ്രഷർ കുറയും. നോസിലൂടെ പാസ് ചെയ്യുമ്പോൾ പ്രഷർ കുറയും, വെലോസിറ്റി കൂടും. ഈ പ്രഷർ വരച്ചതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വെലോസിറ്റി കൂടും നോസിലും. ഓട്ടോമാറ്റിക് ഇതിനുള്ളിൽ സിലിണ്ടറിനുള്ളിൽ പ്രഷർ കുറയും. ഇനി നമ്മളൊരു പമ്പ് വെക്കുകയെന്ന് വിചാരിച്ചു. ഒരു സൈഡിൽ കൂടി ഒരു സെയിം ഫ്ലൂയിഡ് പമ്പ് ചെയ്യാനായിട്ട് ഒരു പമ്പ് വെക്കുകയെന്ന് വിചാരിച്ചു. ഈ നോസിലൂടെ എന്തുമാത്രം സ്പീഡിലാണ് ഫ്ലൂയിഡ് പോകുന്നത് അത്രയും ക്വാണ്ടിറ്റി നമ്മൾ തന്നെ പമ്പ് ചെയ്ത് ഈ സിലിണ്ടറിനുള്ളിൽ നിറയ്ക്കാന്ന് വിചാരിച്ചു. എന്താ സംഭവിക്കുക? ഈ ഗേജ് റീഡിങ് എപ്പോഴും ഒരു പർട്ടിക്കുലർ റീഡിങ്ങിൽ തന്നെ നിൽക്കും. 5 kg ആണ് 5 kg. അതിനർത്ഥം ഇതിനെ കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ അച്ചീവ് ചെയ്യുന്നത്. ഇനി ഈ പമ്പിന്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് പ്രഷർ ഗേജ് റീഡിങ് കൂടും. അപ്പൊ പ്രഷർ പിന്നെ ഇൻക്രീസ് ചെയ്യുക. പമ്പിന്റെ സ്പീഡ് ഇത്തിരി കുറയുകയാണെങ്കിലോ, അപ്പൊ നോസിലിന്റെ ഫ്ലോ ഓട്ടോമാറ്റിക് കുറയും, പ്രഷർ കുറയും. അപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് പമ്പ് ചെയ്യണ ഫ്ലൂയിഡും അതിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡും ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുക. ഇനി ഇമ്പൾസ് ടർബൈന്റെ കൺസെപ്റ്റ് എന്താന്ന്? ഇമ്പൾസ് ടർബൈൻ നമ്മൾ വെച്ചേക്കുന്നത് ഒരു ഷാഫ്റ്റിൽ നമ്മൾ കുറച്ച് ബക്കറ്റുകൾ വെച്ചിട്ട് ഇമ്പൾസ് ടർബൈൻ പെൽറ്റൻ വീൽ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടർബൈൻ ഷാഫ്റ്റിലേക്ക് കുറെ ബക്കറ്റുകൾ വെക്കും. ഈ ബക്കറ്റ് വെച്ചിട്ട് നമ്മൾ നോസിലൂടെ വെള്ളം ഹൈ പ്രഷറിൽ ഇമ്പിൻ ചെയ്യുമ്പോഴത്തേനും ഈ പെൽറ്റൻ വീൽ വർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്നത് ഇമ്പൾസ് ഫോഴ്സ്. ഈ നോസിലൂടെ വരുന്ന ഫ്ലൂയിഡിന്റെ ഇമ്പൾസ് ഫോഴ്സ് ആണ് ഈ ടർബൈനെ കറക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പെൽറ്റൻ വീൽ ഒരു ഇമ്പൾസ് ടർബൈന എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു പ്രഷർ എനർജി കുറച്ച് ലോസ് ആയി പോകുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകും. ഇനി നമ്മൾക്കൊരു ഡൗട്ട് വരാം, ഈ പെൽറ്റൻ വീല് എന്തുകൊണ്ട് നമുക്ക് ഇതിലൊരു കവറിങ്ങും കൂടി കൊടുത്തുകൂടാന്ന്, അല്ലെ? കുറച്ചുകൂടി കവറിങ്ങും കൂടി കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു പ്രഷറും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി നമുക്ക് എനർജി യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. അവിടെയാണ് നമ്മൾ എപ്പോഴും പെൽറ്റൻ വീലുകൾ എപ്പോഴും ഹൈ ഹെഡിലാണ് ഉപയോഗിക്കുന്നത്. അതായത് വളരെ വലിയ ലാർജ് കപ്പാസിറ്റി ഉള്ള ഡാമുകളിൽ നിന്നാണ് നമ്മൾ വെള്ളം വരുമ്പോഴത്തേനും ഇതിനൊരു കവറിങ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആ കവറിങ്ങിന് പറ്റില്ല, പെൽറ്റൻ വീലുകൾക്ക് പറ്റില്ല. അപ്പോൾ ഹൈ ഹെഡ് വരുമ്പോഴത്തേനും നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ അതുകൊണ്ടാണ് പെൽറ്റൻ വീൽ ഉപയോഗിക്കുന്നത്. ഇനി ലോ ഹെഡ് ആകുമ്പോഴത്തേനും നമ്മൾ റിയാക്ഷൻ ടർബൈൻ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് ആ പ്രഷറും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുമ്പോഴത്തേനും ഇതിനൊരു കവറിങ് കൊടുക്കും. പെൽറ്റൻ വീൽ അല്ല, നമ്മൾ ഇമ്പല്ലറിന്റെ ഡിസൈനിന് ഒരു മാറ്റമൊക്കെ വരുത്തും. എന്നിട്ട് ഒരു ഓപ്പണിങ്ങിൽ കൂടി ഫ്ലൂയിഡ് ആദ്യം അകത്തേക്ക് അഡ്മിറ്റ് ചെയ്യും. അത് നിറഞ്ഞ് വേറൊരു പാസേജിൽ കൂടി പുറത്തേക്ക് പോകും. അപ്പൊ ഇതിനുള്ളിൽ പ്രഷറും ഉപയോഗിക്കുന്നുണ്ട്, ഈ ഫ്ലൂയിഡിന്റെ ചെറിയൊരു വെലോസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന റിയാക്ഷൻ ടർബൈൻസ് ഒരു പ്യുവർ റിയാക്ഷൻ ടർബൈൻസ് അല്ല, ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻസ് ആണ്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ റിയാക്ഷൻ ടർബൈൻസ് തന്നെ പഠിക്കുന്നത്. ഇതാണ് ഇമ്പൾസും റിയാക്ഷൻ ടർബൈൻസും തമ്മിലുള്ള കൺസെപ്റ്റൽ വ്യത്യാസങ്ങൾ. ഇനി സ്റ്റീമിൽ ഇമ്പൾസ് ടർബൈൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന്, സ്റ്റീം ടർബൈൻ്റെ ഞാൻ സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത്. ഇത് ഓരോരോ ടർബൈൻ ബ്ലേഡുകളാണ്. ഇത് ആ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ നമ്മളൊരു നോസിൽ കൊടുത്തു. ഇമ്പൾസ് ടർബൈനിൽ നോസിൽ കൊടുക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്.
ഈ നോസിലൂടെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നോസിലൂടെ പോകുമ്പോഴത്തേനും പ്രഷർ റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഇപ്പുറത്ത് പ്രഷർ നോസിലൂടെ പോകുമ്പോഴത്തേനും റെഡ്യൂസ് ചെയ്യും. അതിനൊപ്പം തന്നെ വെലോസിറ്റി അവിടെ കൂടും. ഈ ഹൈ വെലോസിറ്റി സ്റ്റീം ആയിരിക്കും ഇമ്പല്ലർ ബ്ലേഡിലേക്ക് വരിക. അപ്പോ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനർജി വെലോസിറ്റി കൂടിയെന്നല്ലോ, വെലോസിറ്റി അവിടെ യൂട്ടിലൈസ് ചെയ്യും. 12 mv² അവിടെ കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് ടർബൈനിലൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേനും വെലോസിറ്റി ഒന്ന് കുറയും. ഇവിടെ ഏരിയക്കൊന്നും മാറ്റം വരുന്നില്ല. ടർബൈനിന്റെ ബ്ലേഡുകൾ വരുന്ന ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഒരു ഇമ്പോൾസ് ടർബൈനിൽ കൂടി സ്റ്റീം പാസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. നോസിലൂടെ പോകുമ്പോഴത്തേനും പ്രഷർ സഡൻ ആയിട്ട് ഡ്രോപ്പ് ആവും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ ടർബൈൻ ബ്ലേഡിലൂടെ പോകുമ്പോഴത്തേനും ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൈനറ്റിക് എനർജി വേണം. അപ്പൊ ആ കൈനറ്റിക് എനർജി അതിൽ നിന്ന് അബ്സോർബ് ചെയ്യുമ്പോഴത്തേനും വെലോസിറ്റി കുറയും. പ്രഷറിന് വേറെ പ്രശ്നങ്ങളുണ്ടാവില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇനി ഞാൻ പറഞ്ഞ മാതിരി റിയാക്ഷൻ ടർബൈന്റെ കൺസെപ്റ്റ്. റിയാക്ഷൻ ടർബൈനിൽ നമ്മൾ നോസിലുകൾ ഉപയോഗിക്കില്ല. നോസിലിന് പകരം അതിന്റെ ആവശ്യങ്ങൾ നമ്മൾ ചെയ്യുക ഒരു ഫിക്സ്ഡ് ബ്ലേഡും മൂവിങ് ബ്ലേഡും ആയിരിക്കും. ഒരു മൂവിങ് ബ്ലേഡ്, ഫിക്സ്ഡ് ബ്ലേഡ്. അതിനൊരു കവറിങ്ങും കൊടുത്തിട്ടുണ്ടാവും. ഈ കവറിങ് ഞാൻ ഓപ്പൺ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. കവറിങ് സീലായിട്ടായിരിക്കും വരിക. ഇതിന് പുറത്തേക്ക് നമ്മൾ സ്റ്റീം വെറുതെ ഓപ്പണിങ്ങിൽ കൊടുക്കും. അപ്പോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിങ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും കൈനറ്റിക് എനർജി അബ്സോർബ് ചെയ്യും, വെലോസിറ്റി. അതിനൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് കേസിംഗുമായിട്ടായിരിക്കും അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഫിക്സ്ഡ് കൂടി പോകുമ്പോഴത്തേനും കൈനറ്റിക് എനർജി അവിടെ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. പിന്നെ സ്റ്റീം ഡയറക്ടർ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവും, ചെറിയൊരു പ്രഷർ ഡ്രോപ്പ്. ഇതൊക്കെയാണ് ഒരു ജനറൽ കൺസെപ്റ്റ്. ഇതാണ് ഇമ്പൾസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ. ഇമ്പൾസ് ഓഫ് സ്റ്റീം ജെറ്റ്. സ്റ്റീം ഇമ്പൾസ് വെച്ച് അറിയാം. നോസിലിന്റെ നോസിലുകൾ ഇങ്ങനെ പെരിഫറിയിൽ അതിലൂടെ മൂവ് ചെയ്യുന്നത്. ഈ താഴെ നമ്മൾ കാണിച്ചിട്ടില്ലെന്നുള്ളൂ. അപ്പൊ അതിനൊപ്പം വെലോസിറ്റി ഇതാവും. എനർജി ഈ കൈനറ്റിക് എനർജി ഈ ബ്ലേഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് സ്റ്റീം പോകും. വെലോസിറ്റി പ്രഷറിന് ഇവിടെ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് പ്രഷർ ചെറിയ വ്യത്യാസം വരും. കാരണം ഇതിന്റെ ഏരിയ നമ്മളത് കോൺസ്റ്റന്റ് പഠിക്കുമ്പോൾ ഇതുണ്ടല്ലോ സ്റ്റീം ഇമ്പൾസ് ടർബൈൻ. പക്ഷെ നമ്മൾ പെൽറ്റൺ വീൽ കാണുന്ന പോലെ ഒരിക്കലും ഒരു ഇമ്പൾസ് ടർബൈൻ ഇങ്ങനെ സ്റ്റീം ഇമ്പൾസ് ടർബൈൻ ഇങ്ങനെ ഓപ്പൺ വെക്കില്ല. കാരണം സ്റ്റീം ഡ്രോപ്പ് ആയി പോകും. ഇനി റിയാക്ഷൻ ടർബൈൻസ്. A turbine in which steam pressure is decreased gradually in fixed and moving blade is known as reaction turbine. It consists of large number of stages, fixed and moving blades. അതായത് ഒരു സീരീസ് ഓഫ് ഫിക്സ്ഡ് മൂവിങ് ബ്ലേഡ്സിന്റെ ഇതിൽ കൂടി പ്രഷർ റിഡ്യൂസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ് റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുമ്പോൾ. അവിടെ നോസിലുകൾ ഉണ്ടാവില്ല. അപ്പോ when the steam passes through the fixed blade, its pressure decrease and velocity increase. ഇനി റിയാക്ഷൻ ടർബൈന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഹൈ പ്രഷർ സ്റ്റീം ആദ്യം ഫിക്സ്ഡ് ബ്ലേഡ് കൂടി പോകും. ചെറിയൊരു പ്രഷർ റിഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ മൂവിങ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും കൈനറ്റിക് എനർജി അവിടെ ലോസ് ആണോണ്ട് വെലോസിറ്റി കുറയും.
പ്രഷർ ചെറുതായിട്ട് കുറയും. പിന്നെ ഫിക്സ്ഡ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും വെലോസിറ്റി പിന്നെ ഇൻക്രീസ് ചെയ്യും. അതായത് ഈ സെയിം ഷാഫ്റ്റിലേക്ക് തന്നെ ആയിരിക്കും ഇതെല്ലാം കപ്പിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് മൂവിംഗ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും പ്രഷർ കുറച്ചൊന്ന് കുറയും, വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. അങ്ങനെ വെലോസിറ്റി അങ്ങനെ അവസാനം പ്രഷർ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷറിന് അടുത്ത് വരുന്നവരെ നമ്മളങ്ങനെ പ്രഷർ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും റിയാക്ഷൻ ടർബൈനിൽ. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് പ്രഷർ ആകുമ്പോൾ എനർജി മുഴുവൻ യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ മാക്സിമം പവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി എന്താണ് ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും തമ്മിലുള്ള വ്യത്യാസം? ഇനി ഇമ്പൾസ് ടർബൈൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോസിൽ ആൻഡ് മൂവിംഗ് ബ്ലേഡ്സ്. റിയാക്ഷൻ ടർബൈൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫിക്സ്ഡ് ആൻഡ് മൂവിംഗ് ബ്ലേഡ്സ്. അപ്പൊ റിയാക്ഷൻ ടർബൈനിൽ നോസിലുകൾ ഉണ്ടാവില്ല. പ്രഷർ ഡ്രോപ്സ് ഒക്കർ ഓൺലി ഇൻ നോസിൽ, നോട്ട് ഇൻ മൂവിംഗ് ബ്ലേഡ്സ്. അതായത് പ്രഷർ ഡ്രോപ്പ് ഇമ്പൾസ് ടർബൈനിൽ മൂവിംഗ് ബ്ലേഡിലാണ്, മൂവിംഗ് ബ്ലേഡ്സിലാണ് അല്ല നോസിലാണ് നടക്കുന്നത്, മൂവിംഗ് ബ്ലേഡ്സിലല്ല. റിയാക്ഷൻ ടർബൈനിൽ അത് നടക്കുന്നത് സീരീസ് ഓഫ് ഫിക്സ്ഡ് ആൻഡ് മൂവിംഗ് ബ്ലേഡ്സ്. സ്റ്റീം സ്ട്രൈക്സ് ഇൻ ദി ബ്ലേഡ്സ് വിത്ത് കൈനറ്റിക് എനർജി. അല്ല, അവിടെ കൈനറ്റിക് എനർജി മാത്രമേ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇമ്പൾസ് റിയാക്ഷൻ ടർബൈനിൽ കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് കൺസിസ്റ്റ് ഓഫ് ബ്ലേഡ് കാനൽ ഏരിയ. ഇറ്റ് ഈസ് എ വേരിയിങ് ബ്ലേഡ് കാനൽ ഏരിയ. ഇത് അതായത് ബ്ലേഡിന്റെ ഏരിയ ഇമ്പൾസ് ടർബൈനിൽ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് നിർത്താം. റിയാക്ഷൻ ടർബൈനിൽ കുറച്ച് ഏരിയ കൂട്ടിക്കൊണ്ട്. ഡ്യൂ ടു മോർ പ്രഷർ ഡ്രോപ്പ് പെർ ബ്ലേഡ് ദി നമ്പർ ഓഫ് സ്റ്റേജ് റിക്വയർഡ് ഈസ് ലെസ്. അതായത് ഒറ്റയ്ക്ക് തന്നെ നമ്മൾ നോസിൽ വഴി പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് സ്റ്റേജസ് കുറവ് മതി. പക്ഷെ ഈ റിയാക്ഷൻ ടർബൈനിൽ ഒറ്റയടിക്കല്ല, പ്രഷർ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്തുകൊണ്ടിരുമ്പോഴത്തേനും നമ്പർ ഓഫ് പ്രഷർ കൂടുതലായിരിക്കും, നമ്പർ ഓഫ് സ്റ്റേജസ് കൂടുതലായിരിക്കും. ഇമ്പൾസ് ടർബൈൻ ലെസ് പ്ലേസും റിയാക്ഷൻ ടർബൈൻ മോർ പ്ലേസ് റിക്വയർഡ്. ഇമ്പൾസ് ടർബൈൻ ലെസ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് പ്രഷർ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പൊ കുറെ എനർജി ചിലപ്പോൾ ലോസ്റ്റ് ആയി പോകും. അപ്പൊ നമ്മൾക്കൊരു ഡൗട്ട് വരാം, എവിടെയാണ് ഇമ്പൾസ് ടർബൈനും എവിടെയാണ് റിയാക്ഷൻ ടർബൈനും ഉപയോഗിക്കുന്നത്? അപ്പോൾ ഹൈ പ്രഷർ നമ്മൾക്ക് അവൈലബിൾ ആണ്, അത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പൾസ് ടർബൈൻസ് ഉപയോഗിക്കുക. അത് ആ സ്റ്റീം പവർ പ്ലാന്റിന്റെ സെറ്റപ്പ് പോലെ ഇരിക്കും. പിന്നെ റിയാക്ഷൻ ടർബൈൻ ഇപ്പൊ ലോ പ്രഷർ ആണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ പ്രഷർ കുറവുണ്ടെങ്കിൽ നമുക്കത് സീരീസ് ഓഫ് ബ്ലേഡ് വഴി റിയാക്ഷൻ ടർബൈന് വെച്ച് നമുക്ക് മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യാം. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്റ്റീം അവൈലബിലിറ്റി. അത് തന്നെയാണ് നമ്മൾ ഫ്രാൻസിസും പെൽറ്റൺ വീലും ഉപയോഗിക്കുക. പെൽറ്റൺ വീല് ഹൈ ഹെഡ് ആയിട്ടുള്ള ഡാമുകൾ അവൈലബിലിറ്റിയിലാണ് പെൽറ്റൺ വീല് ഉപയോഗിക്കുക. ലോ ഹെഡ് ആണെങ്കിൽ നമ്മൾ റിയാക്ഷൻ ടർബൈനായ ഫ്രാൻസിസ് ഇങ്ങനെയുള്ള ടർബൈനിലേക്ക് പോകും. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ച്? തുടക്കം ഏതിന്റെ? ടർബൈന്റെ അല്ല, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയത്. എവിടെ തൊട്ടാണെന്ന് എഴുതാൻ പറ്റും? എവിടെ ആണ് സ്റ്റീം ഇൻസ്റ്റലേഷനും പൈപ്പിങ്ങും പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടെന്ന് വിചാരിക്കുന്നില്ല. പിന്നെയുള്ളത് ഡ്രോട്ടാണ്. സാറേ ഡ്രോഫ്റ്റ് ആയിരിക്കത്തില്ല, എനിക്ക് തോന്നുന്നു അവര് പറഞ്ഞത് സാറേ. ഈ പ്രോബ്ലം നമ്മൾ ചെയ്തില്ലായിരുന്ന നമ്മളെ കലോറിഫിക് വാല്യൂടെ ആണ്, അങ്ങനെ ഒരു കമന്റ് ഇങ്ങനെ ഇടയ്ക്ക് കണ്ടായിരുന്നു. അതായത് ചെയ്യിപ്പിച്ചിട്ടില്ല, അതിന്റെ വർക്ക്ഔട്ട് അങ്ങനെ എന്തോ ചോദിച്ചിരിക്കുന്നുണ്ട് ഒരു കമന്റ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് അത് ഞാൻ സാറിന് പിന്നീട് അയച്ചു. അടുത്ത ക്ലാസ്സിൽ അപ്പൊ അത് പിന്നെ പറയാം. ഇത് കണ്ടിന്യൂ അല്ല പിന്നെ കമന്റ് പറഞ്ഞിരിക്കുന്നതാണ് തുടക്കം. എവിടെയാണ് റിപ്പീറ്റ് ചെയ്ത് വേണമെന്നുള്ളത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഏത് പോർഷൻ ആണെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. കമന്റിന്റെ കൂട്ടത്തിൽ അതും കൂടെ പറഞ്ഞാൽ മതി. സിലബസിൽ ഒരു ഇമ്പൾസ് ടർബൈന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ ഈസ് എ ഡി ലെവൽ ടർബൈൻ. ഒറ്റ ഇമ്പലറുകളുള്ള ഒരു ടർബൈനിലേക്ക് നോസിലുകൾ കൊടുത്തു കഴിഞ്ഞാൽ
അതിനാണ് ഒരു ഡി ലെവൽ ടർബൈൻ എന്ന് പറയുമ്പോൾ ഒരു പ്രാക്ടിക്കൽ ഡി ലെവൽ ടർബൈൻ ആണ്. ഡി ലെവൽ ടർബൈൻ ക്യാൻ റൺ അപ് ടു 30,000 RPM. വളരെ ഹൈ RPM-ലായിരിക്കും ഈ ടർബൈൻ വർക്ക് ചെയ്യുക. അതായത് ഒരു സിംഗിൾ സ്റ്റേജിൽ നമ്മൾ പ്രഷർ ഫുള്ള് റെഡ്യൂസ് ചെയ്തിട്ട് ടർബൈൻ വീൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡി ലെവൽ ടർബൈൻ്റെ സെക്ഷണൽ വ്യൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നോസിലെ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ ഇതിന് പാരലായിട്ട് നമുക്ക് ഈ ഇമ്പല്ലറിൽ കൂടി എത്ര നോസിലുകൾ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ പ്രഷർ ഡ്രോപ്പ് ചെയ്തിട്ട് ഹൈ RPM-ലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു 30,000 RPM എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആ RPM-ൽ ടോർക്ക് കുറവായിരിക്കും. കണ്ടമാനം RPM കൂടുതലും സെയിം പവറിൽ RPM വളരെ കൂടുതലാകുമ്പോൾ ടോർക്ക് കുറവായിരിക്കും. അപ്പൊ നമ്മൾക്ക് ടോർക്ക് കിട്ടാൻ വേണ്ടി ഇത്രയും RPM റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിന് വേണ്ടി ഒരു പാരലൽ ഗിയർ ബോക്സുകൾ, വലിയ രീതിയിലുള്ള ഗിയർ ബോക്സുകൾ വേണ്ടി വരും. കോമ്പൗണ്ട് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും, അതായത് ഇവിടെ ഡ്രോപ്പ് ചെയ്യണ പ്രഷർ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയും അവിടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള പ്രഷർ ഉണ്ട്. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ടർബൈൻ ആയതുകൊണ്ട് ഡി ലെവൽ ടർബൈൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ പ്രഷർ റെഡ്യൂസ് ചെയ്യും. ഇതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പറയുമ്പോഴത്തേനും സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ്റെ ഈ ഡയഗ്രാം വരച്ചാൽ മതി. നോസിലും ഒരു സീരീസ് ഓഫ് ബ്ലേഡുള്ള ഒരു ടർബൈൻ്റെ മാത്രം വരച്ചാൽ മതി. അപ്പൊ ഡി ലെവൽ ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഇമ്പല്ലറിൽ നമ്മൾ സീരീസ് ഓഫ് നോസിൽസ് കൊടുത്തിട്ട് പ്രഷർ ഒറ്റയടിക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഗിയർ ബോക്സുകൾ RPM കുറക്കാൻ വേണ്ടി വരും. ഒരു സിമ്പിൾ റിയാക്ഷൻ ടർബൈൻ ആണ് പാഴ്സൺസ് റിയാക്ഷൻ ടർബൈൻ. High pressure steam from the boiler is directly supplied to reaction turbine without passing to nozzle. നോസിലുകൾ ഇല്ലാതെ നമ്മളൊരു സീരീസ് ഓഫ് ഫിക്സ്ഡ് ബ്ലേഡ്, മൂവിംഗ് ബ്ലേഡ്. ഫിക്സ്ഡ് ബ്ലേഡ് ശരിക്കും ഒരു നോസിലിന്റെ എഫക്ട് തന്നെ ഉണ്ടാക്കും. പക്ഷെ നോസിലിന്റെ മാതിരി കൺവെർജിങ് പോർഷൻ ആയിരിക്കില്ല. ചെറിയൊരു ഏരിയ റിഡക്ഷൻ ചെറുതായിട്ട് വരും. അതുകൊണ്ടാണ് പ്രഷർ ഒന്ന് ഡ്രോപ്പ് ആണ് കാണിക്കുന്നത്. അപ്പോ ഫിക്സ്ഡ് ബ്ലേഡുകളിലൂടെ പോകുമ്പോഴത്തേനും പ്രഷർ ഒന്ന് ഡ്രോപ്പ് ആവും, വെലോസിറ്റി ഇൻക്രീസ് ആവും. മൂവിംഗ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും പ്രഷർ കുറച്ച് കുറയുന്നുണ്ട്, വെലോസിറ്റി കൈനറ്റിക് എനർജി അവിടെ നമ്മൾ ആ ബ്ലേഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോണ്ട് വെലോസിറ്റി കുറയും. പിന്നെ ഫിക്സ്ഡ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും വെലോസിറ്റി ഒന്നുകൂടി കൂടും, പ്രഷർ കുറയും. അങ്ങനെ സീരീസ് ഓഫ് പ്രഷർ കുറഞ്ഞ് നമ്മൾ ലൈറ്റർ പ്രഷറിലേക്ക് വരും. ഇവിടെ നമ്മൾക്ക് ഗിയർ ബോക്സുകൾ വലിയ രീതിയിൽ വേണ്ടി വരില്ല. കാരണം ഇവിടെ കോമ്പൗണ്ട് ചെയ്ത് RPM, ഈ ടർബൈൻ്റെ RPM ഓട്ടോമാറ്റിക്കായിട്ട് കുറയ്ക്കുന്നുണ്ട്. അപ്പൊ പാഴ്സൺസ് റിയാക്ഷൻ ടർബൈൻ്റെ പ്രാക്ടിക്കൽ ഡ്രോയിങ് വരുമ്പോഴത്തേനും ഇതുണ്ടല്ലേ, ആദ്യത്തെ ഇമ്പല്ലർ ചെറുതായിരിക്കും, രണ്ടാമത്തത് കുറച്ച് വലുത്, മൂന്നാമത്തത് കുറച്ച് വലുത്, അങ്ങനെ സീരിയസ് ആയിട്ട് പോകുമ്പോഴത്തേനും ഏരിയ വലുതായിക്കൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേനും ഈച്ച് സ്റ്റേജ് പോകുമ്പോഴത്തേനും കുറച്ച് ഹീറ്റ് ഡ്രോപ്പ് ഉണ്ടാവും. ആ ഹീറ്റ് ഡ്രോപ്പ് വരുമ്പോഴത്തേനും സ്റ്റീമിന്റെ വോളിയം കൂടും. ആ വോളിയം അടുത്ത സ്റ്റേജിൽ അക്യുമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏരിയ ഡൈവർജന്റ് ആയിട്ട് ഏരിയ കുറച്ച് കൂട്ടി കൊണ്ടുവരും. അപ്പൊ ഇതുണ്ടല്ലേ, ഈ ആദ്യത്തെ റെഡ് കാണിച്ചേക്കണേൽ കൂടി സ്റ്റീം ഇൻപിൻ ചെയ്തിട്ട് അവസാനത്തെ വലിയ ആ ഏരിയ ഉണ്ടോ, വലിയ ഒരു എക്സോസ്റ്റ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് മിക്കവാറും ഒരു കണ്ടൻസറിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ പാഴ്സൺസ് റിയാക്ഷൻ ടർബൈൻ വരയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഈ പ്രഷർ വെലോസിറ്റി ഡയഗ്രാം വരച്ചാൽ മതി. പിന്നെ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാകാനായിട്ടാണ് ഈ ഡയഗ്രാം കാണിച്ചത്. അപ്പൊ ഇമ്പൾസ് ടർബൈൻസിന്റെ ഇമ്പൾസ് സ്റ്റീം ടർബൈൻസിന്റെ ഒരു വലിയ പ്രശ്നമാണ് ഹൈ RPM. 30,000 40,000 RPM വരുമ്പോഴത്തേനും നമ്മൾക്കത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വലിയ ഗിയർ ബോക്സുകൾ വേണം. അല്ലെങ്കിൽ ആ RPM-ൽ നമ്മൾക്ക് കപ്പിൾ ചെയ്തിട്ട് പ്രത്യേകിച്ചുള്ള മെഷീനറികളൊന്നും വർക്ക് ചെയ്യില്ല. കാരണം ആ വർക്കിംഗിൽ ആ RPM-ൽ മിക്കവാറും മെഷീനറിയൊക്കെ, റൊട്ടേറ്റിംഗ് മെഷീനറിയൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോഴത്തേന് കോമ്പൗണ്ടിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാകാനായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിന്തിക്കാന്ന് പറഞ്ഞാൽ ഒരു ഫാൻ നമ്മൾ കറങ്ങാന്ന് വിചാരിച്ചോ, ആ ഫാനിൽ നിന്ന് പോകുന്ന കാറ്റ് നമുക്ക് അതിന്റെ അവിടെ ഒരു സീരീസ് ഓഫ് ഫാൻ ഒരു വർക്ക് ചെയ്യാത്ത ഫാൻ വെച്ച് കഴിഞ്ഞാൽ അത് കറങ്ങും അല്ലെ. അതായത് ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞ ഈ ഇമ്പൾസ് ടർബൈനിൽ
ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇമ്പൾസ് ടർബൈനിൽ കണ്ട നോസിൽ പ്രഷർ നമ്മൾ കുറച്ചിട്ട് ഒരു മൂവിംഗ് ബ്ലേഡേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഈ മൂവിംഗ് ബ്ലേഡിന്റെ ഇപ്പുറത്ത് ഒരു ബ്ലേഡും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഷാഫ്റ്റുമായിട്ട് കപ്പിൾ ചെയ്യണമെങ്കിൽ അത് പിന്നെ വർക്ക് ചെയ്യും. പിന്നെയും ഒരു ബ്ലേഡും കൂടി വെക്കുകയാണെങ്കിൽ പിന്നെയും വർക്ക് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇല്ലാതെ തന്നെ ഇതിന്റെ RPM കുറയും. സെയിം പവറിൽ RPM കുറയുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ടോർക്ക് കൂടുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നല്ല ടോർക്കും കിട്ടും, RPM കുറയുകയും ചെയ്യും. അപ്പൊ അതാണ് കോമ്പൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ്. The disadvantage of single stage turbine is the extremely high speed of the order of about 30,000 RPM, which cannot be used directly in practical purpose. അപ്പൊ അത്രയും സ്പീഡ് കൂടിയ ഒരു വസ്തു വെച്ച് നമുക്കൊരു പമ്പോ വേറെ എന്തെങ്കിലും മെഷീനറികളൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പമ്പിന്റെ RPM ഒക്കെ ഒരു 5000-6000 ഒക്കെ ഇരിക്കും. പക്ഷെ നല്ല ടോർക്ക് വേണ്ടി വരും. അപ്പൊ അങ്ങനെ ടോർക്ക് കൂട്ടി RPM കുറക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റീം ടർബൈനിലുള്ള ഒരു മെത്തേഡാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ. 3 ടൈപ്പ് കോമ്പൗണ്ടിങ് ഉണ്ട്: വെലോസിറ്റി, പ്രഷർ വെലോസിറ്റി. വെലോസിറ്റി കോമ്പൗണ്ടിങ്ങിൽ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, വെലോസിറ്റി ഓരോ സ്റ്റേജിലും കുറച്ച് കൊണ്ടുവരും. നേരെ മറിച്ച് പ്രഷർ കോമ്പൗണ്ടിങ് ആകുമ്പോഴത്തേനും നമ്മൾ വെലോസിറ്റി അങ്ങനെ തന്നെ നിൽക്കും, പ്രഷർ ഓരോ സ്റ്റേജിൽ കുറച്ച് വരും. ഈ വെലോസിറ്റി കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് സ്റ്റേജിൽ നമ്മളൊരു നോസിൽ വെച്ച് കൊടുത്ത് മൂവിംഗ് ബ്ലേഡിലേക്ക് വിടും. അപ്പൊ ഇത് കഴിയുമ്പോൾ ഇത് ഡി ലെവൽ ടർബൈൻ്റെ ഒരു ടർബൈൻ. അപ്പൊ ഇവിടെ കണ്ട പ്രഷർ ഒറ്റയടിക്ക് ഡ്രോപ്പ് ആയിട്ട് അത് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ പുറത്തേക്ക് പോകുന്ന പ്രഷർ നമുക്ക് വീണ്ടും യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ പ്രഷർ നോസിലൂടെ പോകുമ്പോഴത്തേനും പ്രഷർ ഡ്രോപ്പ് ആവും, വെലോസിറ്റി ഇൻക്രീസ് ആവും. മൂവിംഗ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും കൈനറ്റിക് എനർജി കുറച്ച് കുറയണോണ്ട് വെലോസിറ്റി ഒന്ന് ഡിക്രീസ് ആവും. ഫിക്സ് ബ്ലേഡിലേക്ക് പോകുമ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് വെലോസിറ്റി അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ മൂവിംഗ് ബ്ലേഡിലേക്ക് പോകുമ്പോഴത്തേനും വെലോസിറ്റി പിന്നെയും കുറയും. അങ്ങനെ വെലോസിറ്റി കുറച്ച് കൊണ്ടുവരും. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പോ ഇമ്പൾസ് ടർബൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഡി ലെവൽ ടർബൈനിലാണെങ്കിൽ ഇത്രയും വെലോസിറ്റി പിന്നെ യൂട്ടിലൈസ് ചെയ്യാണ്ട് വെറുതെ വേസ്റ്റ് ആയി പോകും. അവിടെയാണ് വെലോസിറ്റി കോമ്പൗണ്ടിങ് എന്ന് പറയാം. ഇനി പ്രഷർ കോമ്പൗണ്ടിങ്. പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന നോസിൽ നിന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഒരു നോസിൽ കൊടുക്കും, മൂവിംഗ് ബ്ലേഡ് പാസ് ചെയ്യും. ഇനി മൂവിംഗ് ബ്ലേഡിന്റെ ഇപ്പുറത്ത് വേറൊരു നോസിലുകൾ പിന്നെയും കൊടുക്കും, അതിൽ പിന്നെയും പ്രഷർ ഡ്രോപ്പ് ചെയ്യും. ഇത് ലൈൻ ഡയഗ്രം കാണുമ്പോൾ അറിയാം, ആദ്യം പ്രഷർ നോസിലൂടെ റിഡ്യൂസ് ചെയ്യും, മൂവിംഗ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. പിന്നെ നോസിലൂടെ പോകുമ്പോഴത്തേനും റിഡ്യൂസ് ചെയ്യും, മൂവിംഗ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അനുസരിച്ച് വെലോസിറ്റി കൂടും, മൂവിംഗ് ബ്ലേഡിൽ പോകുമ്പോഴത്തേനും വെലോസിറ്റി കുറയും. പിന്നെ നോസിലൂടെ പോകുമ്പോഴത്തേനും വെലോസിറ്റി ഒന്നുകൂടി കൂടും, മൂവിംഗ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേക്കും കൈനറ്റിക് എനർജി അബ്സോർബ് ചെയ്യും, പ്രഷർ കുറയും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ചിലപ്പോൾ ഈ വെലോസിറ്റിയുടെ ഡയഗ്രാം ഇങ്ങനെ കുറഞ്ഞും കൂടിയും ഒരേ രീതിയിൽ പോകണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുമിച്ച് കപ്പിൾ ചെയ്തിരിക്കുക. അപ്പോൾ ഈ ബ്ലേഡ് വർക്ക് ചെയ്യുന്ന സ്പീഡിൽ തന്നെ ആയിരിക്കും ഇതിൽ വന്ന് തട്ടണത്. ഓട്ടോമാറ്റിക് ആ ഒരു ഇത് കോമ്പൻസേറ്റ് ആവും. ഇനി പ്രഷർ വെലോസിറ്റി കോമ്പൗണ്ടിങ്, രണ്ട് കോമ്പൗണ്ടിങ് കൂടി ഒരുമിച്ച് വരുന്നതിനാണ് വെലോസിറ്റി. ആദ്യം നമ്മൾ പഠിച്ച വെലോസിറ്റി കോമ്പൗണ്ടിങ്ങിന്റെ 2 സ്റ്റേജ് വരച്ച് കഴിയുമ്പോഴത്തേനും പ്രഷർ വെലോസിറ്റി കോമ്പൗണ്ടിങ് ആയി. ഒരു നോസില് മൂവിംഗ് ബ്ലേഡ്, നോസിലൂടെ പോകുമ്പോൾ പ്രഷർ കുറയും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. മൂവിംഗ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും വെലോസിറ്റി ഒന്ന് ഡിക്രീസ് ചെയ്യും, പ്രഷർ അങ്ങനെ തന്നെ. ഫിക്സ്ഡ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും പ്രഷർ അങ്ങനെ തന്നെ, മൂവിംഗ് ബ്ലേഡിൽ കൂടി പോകുമ്പോഴത്തേനും പ്രഷർ അങ്ങനെ തന്നെ. പക്ഷെ വെലോസിറ്റി മൂവിംഗ് ബ്ലേഡിൽ കൂടി പോകുമ്പോൾ ഒന്ന് കുറയും. പിന്നെയും അത് അടുത്ത നോസിലേക്ക് വരുമ്പോഴത്തേനും വെലോസിറ്റി കൂടും, പ്രഷർ നോസിൽ വരുമ്പോഴത്തേനും ഒന്ന് ഡ്രോപ്പ് ആവും, പിന്നെ ഒന്നുകൂടി കുറയ്ക്കും. പിന്നെ മൂവിംഗ് ബ്ലേഡ് കൂടി പോകുമ്പോഴത്തേനും വെലോസിറ്റി ഒന്ന് കുറയും, പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ 3 ടൈപ്പ് കോമ്പൗണ്ടിങ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ RPM കുറച്ചിട്ട് ടോർക്ക് കൂട്ടാനായിട്ടുള്ള മെത്തേഡാണ് കോമ്പൗണ്ടിങ്. ഇത്രയും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അടുത്തത് ഡിസ്ക്രൈബ് ദി വർക്കിംഗ് ഓഫ് കോമ്പൗണ്ടിങ് ഇൻ സ്റ്റീം എഞ്ചിൻ. അപ്പൊ നമ്മൾ ഡബിൾ സ്റ്റേജ് സ്റ്റീം എഞ്ചിൻ തെർമൽ എഞ്ചിനീയറിംഗിൽ പഠിച്ചാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ കാറ്റഗറിയും കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേനും സ്റ്റീം എഞ്ചിനിൽ കോമ്പൗണ്ട് ചെയ്യണത് ഒറ്റ സിംഗിൾ സിലിണ്ടറിന് വരാൻ ഡബിൾ സിലിണ്ടർ കൊടുക്കും. അപ്പോൾ അതിനെ വലിയ സിലിണ്ടറിന് നമ്മൾ ഹൈ പ്രഷർ, വലിയ സിലിണ്ടറിന് ലോ പ്രഷർ സിലിണ്ടർ എന്ന് പറയും, ചെറിയ സിലിണ്ടറിന് ഹൈ പ്രഷർ സിലിണ്ടർ എന്ന് പറയും.
പല മെത്തേഡുകളുണ്ട്. ടാൻജൻ ടൈപ്പ്, വൂൾ ടൈപ്പ്, റിസീവർ ടൈപ്പ്. ടർബൈനുകൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറയണ്ടല്ലോ. ടർബൈനുകൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. റിയാക്ഷൻ ടർബൈൻ പറയുന്നുണ്ട് സാറേ. റിയാക്ഷൻ ടർബൈനോ? റിയാക്ഷൻ ടർബൈൻ ഒന്നുകൂടി പറയണോ? അതായത് ഇന്ന് തുടങ്ങിയ ടോപ്പിക്സ് ഒന്നും കൂടെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക് ഒന്നും കൂടെ പറയണമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മള് നല്ലപോലെ പറഞ്ഞായിരുന്നു സാർ ഡ്രാഫ്റ്റിന്റെ. ഏതെങ്കിലും സാറിന് ഇനി ഡൗട്ട് വല്ലതും തോന്നുന്നുണ്ടോ? പിള്ളേർക്ക് കൂടുതൽ ഡൗട്ട് തോന്നുന്ന കാര്യം, അല്ലെങ്കിൽ ഇന്നത്തോണ്ട് കുറച്ച് ഭാഗം കൂടി പറഞ്ഞു തീർക്കാം. റിയാക്ഷൻ ടർബൈൻ ഒന്നുകൂടി പറയാനാണ് പറയുന്നത്. ആദ്യം പേര് പറയാനുണ്ടോ? ഇല്ല, റിയാക്ഷൻ ടർബൈന്റെ ഏത് ഭാഗമാണെന്ന് അതിലെ മെറ്റീരിയൽ സ്ലൈഡ് ചോദിച്ചിട്ടുണ്ട് സാറേ. സ്ലൈഡ് 1-2 പേര് ചോദിച്ചിരുന്നു. സ്ലൈഡ് തരാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്ത് റിയാക്ഷൻ ടർബൈൻ 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടോപ്പിക്കിന്റെ സ്റ്റാർട്ടിങ്, ഇന്ന് തുടങ്ങിയ ടോപ്പിക്കിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അവസാനത്തെ പാർട്ട് ഞാനൊന്ന് തീർത്തോട്ടെ. ഈ ഓക്കെ സാർ ഫിനിഷ് റീഹീറ്റിംഗ്, ബ്ലീഡിങ്, റീജനറേറ്റിംഗ്, അതുകൂടി കഴിയുമ്പോൾ ഈ മോഡൽ കഴിഞ്ഞു. അപ്പോ സ്റ്റീം എഞ്ചിൻസ് കോമ്പൗണ്ടിങ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് കൂടുതൽ സിലബസിൽ എനിക്ക് സ്ട്രെസ് ചെയ്തിട്ടില്ലെന്ന് തോന്നണം, അതുകൊണ്ട് ഞാൻ പറയാനില്ല. ഇനി എക്സ്പ്ലെയിൻ മോഡേൺ സ്റ്റീം ടർബൈൻസ്. അപ്പൊ നമ്മള് സ്റ്റീം ടർബൈൻ, ഇപ്പൊ ഒരുവിധം സ്റ്റീം ടർബൈൻ്റെ വർക്കിങ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്ത്, എങ്ങനെയാണ് ഫ്യൂവൽ, എങ്ങനെയാണ് അത് ബോയിലർ, എങ്ങനെയാണ് ബോയിലറിൽ നിന്ന് ടർബൈനിലേക്ക് എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് മോഡേൺ സ്റ്റീം പവർ പ്ലാന്റ്? അപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഈ മോഡേൺ സ്റ്റീം പവർ പ്ലാന്റിന്റെ കൺസെപ്റ്റ് വരുന്നത്, ആദ്യം നമ്മൾ കുറെ സ്റ്റീം പവർ പ്ലാന്റ് വർക്ക് ചെയ്യുമ്പോഴത്തേനും അതിൽ കുറെ ഹീറ്റ് ലോസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പോഴാണ് അത് ഒന്നുകൂടി മോഡിഫൈ ചെയ്യണത്. അപ്പൊ മോഡേൺ സ്റ്റീം ടർബൈൻസ് ആർ ടർബൈൻ വിച്ച് യൂട്ടിലൈസ് ദി ന്യൂ മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിംഗ് തെർമൽ എഫിഷ്യൻസി. തെർമൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേനും അവസാനം നമ്മൾ ഔട്ട്പുട്ട് വരുന്ന സ്റ്റീമിന്റെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ അത് കൂടുതലാണെങ്കിൽ അവിടെ പിന്നെയും ഹീറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അത് വീണ്ടും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെയും അത് പല മെത്തേഡുകൾ, അങ്ങനെയുള്ള ഒരു മെത്തേഡുകളാണ് റീഹീറ്റിംഗ്, ബ്ലീഡിങ് ആൻഡ് റീജനറേറ്റിംഗ്. റീഹീറ്റിംഗ് എന്താണെന്ന്? ഇൻ ദിസ് സൈക്കിൾ ദി സ്റ്റീം വിൽ ബിക്കം വെറ്റ് ആഫ്റ്റർ എക്സ്പാൻഡിങ് ഫസ്റ്റ് ടർബൈൻ ബ്ലേഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റർബിൾ. അതായത് നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റീം ടർബൈനിലേക്ക് കൊടുക്കുന്നത് സ്റ്റീം എന്ന് പറയുമ്പോഴത്തേനും സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആയിരിക്കും. അതിൽ വാട്ടർ കണ്ടന്റുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എവിടെ സ്റ്റീം വർക്ക് ചെയ്യുമ്പോഴും സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ടെമ്പറേച്ചർ കുറഞ്ഞ് ചിലപ്പോൾ വെറ്റ് റീജിയനിലേക്ക് വരും. അപ്പൊ അവിടെ വാട്ടർ ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വർക്കിംഗ് കണ്ടീഷനിൽ വാട്ടർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ടർബൈൻ ബ്ലേഡ്സിൽ പ്രഷർ കുറയും. പാർഷ്യൽ പ്രഷർ ഓഫ് ഡാൾട്ടൺസ് ലോ അനുസരിച്ച് സ്റ്റീമിന്റെയും വാട്ടറിന്റെയും കൂടി പ്രഷർ പ്ലസ് ചെയ്ത് നോക്കുമ്പോഴത്തേനും ടോട്ടൽ പ്രഷർ കുറയാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇമ്പല്ലറിൽ വാട്ടർ അക്യുമുലേറ്റ് ചെയ്യലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഡയഗ്രം നോക്കി അറിയാം, HP ടർബൈനിലൂടെ ഔട്ട്ലെറ്റിലേക്ക് വരുമ്പോഴത്തേനും സ്റ്റീം വെറ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും ബോയിലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അതിനെ ഒന്നും കൂടി സൂപ്പർ ഹീറ്റ് ചെയ്തിട്ട് ലോ പ്രഷർ ടർബൈനിലേക്ക് കൊടുത്തിട്ട് കണ്ടൻസറിലേക്ക് കൊടുക്കും. അങ്ങനെ തെർമൽ എഫിഷ്യൻസി കൂട്ടുന്ന ഒരു മെത്തേഡാണ് റീഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ. അപ്പൊ റീഹീറ്റിംഗിന് വേണ്ടി നമ്മൾ ടർബൈൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ടർബൈൻ്റെ ഔട്ട്ലെറ്റ് നമ്മൾ വീണ്ടും ബോയിലറിലേക്ക് എടുക്കും. അവിടുന്ന് പിന്നെ വേറെ സ്റ്റേജ് ടർബൈനിലേക്ക് കൊടുക്കും. ഇനി ബ്ലീഡിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഡ്രെയിനിങ് സ്റ്റീം ഫ്രം ടർബൈൻ അറ്റ് certain point during its expansion and using the steam for heating feed water and then supplied to the boiler known as bleeding. അപ്പൊ ബ്ലീഡിങ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടർബൈനിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഡ്രെയിൻ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് സ്റ്റീം ബ്ലീഡ് ചെയ്തെടുക്കും. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരാം, സ്റ്റീമിന്റെ ടെമ്പറേച്ചർ അപ്പൊ കുറയില്ലെന്ന്. അപ്പോ അവിടെ കിട്ടുന്ന പ്രഷർ ചിലപ്പോൾ ഒരിക്കലും അത് വെറ്റ് റീജിയനിലേക്ക് പോകണ്ടാവില്ല. സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ഒരിക്കലും വെറ്റ് റീജിയനിലേക്ക് പോകണ്ടാവില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വരുമ്പോഴത്തേനും നമ്മൾ അതിൽ നിന്ന് കുറച്ച് സ്റ്റീം ബ്ലീഡ് ചെയ്തെടുക്കും. അപ്പോൾ ഇഫക്ട്സ് ഓഫ് ബ്ലീഡിംഗ്: ഇൻക്രീസ് ദി തെർമോഡൈനാമിക് എഫിഷ്യൻസി ഓഫ് ദി ടർബൈൻ, ബോയിലർ സപ്ലൈഡ് വിത്ത് ദി ഹോട്ട് വാട്ടർ, എ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഈസ് ലോസ്റ്റ് ഇൻ ദി ടർബൈൻ വിച്ച് ഡിക്രീസസ് ദി പവർ ഡെവലപ്മെന്റ്. മനസ്സിലായില്ലേ? ടർബൈനിൽ നിന്നാണ് നമ്മൾ ബ്ലീഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടർബൈൻ്റെ ഔട്ട്പുട്ട് ചിലപ്പോൾ കുറയും. പക്ഷെ ഇത് നമ്മൾക്ക് ഫീഡ് വാട്ടർ ഹീറ്റ് ചെയ്യാനായിട്ടും വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ബ്ലീഡ് ചെയ്ത സ്റ്റീം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇനി റീജനറേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേനും കണ്ടൻസേറ്റ് ഫ്രം ദി ടർബൈൻ ഔട്ട്പുട്ട് ഈസ് പമ്പ്ഡ് ബാക്ക് ടു സർക്കുലേറ്റഡ് അറൌണ്ട് ദി ടർബൈൻ കേസിംഗ്.
അതായത് ടർബൈൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് വെള്ളം കണ്ടൻസ് ചെയ്തായിരിക്കും. കണ്ടൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. അത് നമുക്ക് വീണ്ടും ബോയിലറിലേക്ക് പമ്പ് ചെയ്യണം. അപ്പോൾ ബോയിലറിൽ വീണ്ടും ഈ വെള്ളം ചൂടാക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ ഈ വെള്ളം വീണ്ടും ടർബൈൻ്റെ കേസിംഗിലേക്ക് കൂടി ഒരു കോയിൽ കൊടുത്തിട്ട് അതിലൂടെ പമ്പ് ചെയ്ത് വിടും. അതിനാണ് റീജനറേറ്റിംഗ് എന്ന് പറയുമ്പോൾ. അപ്പൊ റീജനറേറ്റിംഗിന്റെ സർക്യൂട്ട് അല്ലേ, ടർബൈനിലൂടെ പോകുന്ന സ്റ്റീം കണ്ടൻസറിൽ വന്ന് കണ്ടൻസേറ്റ് ആവും. കണ്ടൻസേറ്റ് ആയിട്ട് ഈ വെള്ളം പിന്നെ ഫീഡ് പമ്പ് വഴി ടർബൈൻ്റെ മുകളിലൂടെ ഒരു ട്യൂബുകളിലൂടെ പമ്പ് ചെയ്ത് ഹീറ്റ് ആക്കും. ഹീറ്റ് ആക്കി കഴിയുമ്പോൾ ബോയിലറിൽ വരുമ്പോഴത്തേനും അത്രയും ഹീറ്റ് അവിടെ കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈ സ്റ്റീം ടർബൈനിന് വർക്ക് ചെയ്യാനായിട്ട് സഫീഷ്യന്റ് ഹീറ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ആയിരിക്കും ഈ റീജനറേറ്റിംഗ് വർക്ക് കൊടുക്കുക. ഇത്രയും പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേനും നമ്മുടെ മോഡൽ 1, അതായത് പവർ പ്ലാന്റില് ഇത്തിരി വലിയ മോഡലാണ് ഫസ്റ്റ് മോഡല്. അപ്പോ നമ്മുടെ സ്റ്റീം ടർബൈൻ വരെയുള്ള എല്ലാം ആയിട്ടുണ്ട്. എനർജി എന്നാണ് ഫ്യൂവല്, കമ്പസ്റ്റൻ, ടർബൈൻ, ബോയിലർ, ഡ്രോട്ട്, പിന്നെ ടർബൈൻ. ഇത്ര ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ മോഡല് കറക്റ്റ് ആയിട്ട് കിട്ടും. അല്ല, കറക്റ്റ് കഴിഞ്ഞു. ഇനി മോഡൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസർ ആണ്. അപ്പോൾ പല ടൈപ്പ് കണ്ടൻസറും അതിന്റെ വർക്കിംഗ് ആകുമ്പോഴത്തേനും മോഡൽ 2 ആവും. സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഇതില് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറേ പിന്നെ ഒരു സ്ലൈഡ് റീഹീറ്റിംഗിന്റെ സ്ലൈഡ് ഒന്നും കൂടെ കാണണമെന്ന് ഒരാൾ പറഞ്ഞിരുന്നു. റീഹീറ്റിംഗിന്റെ സ്ലൈഡ്. റീഹീറ്റിംഗ്. ഓക്കെ, റീഹീറ്റിംഗ് റീഹീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേനും ടർബൈന്റെ മുകളിലൂടെ നമ്മൾ കുറച്ച് കോയിലുകൾ കൊടുക്കും. അപ്പോൾ കണ്ടൻസേറ്റ് പിന്നെ അതിലേക്ക് കൂടി പമ്പ് ചെയ്യുമ്പോഴത്തേനും ഈ കണ്ടൻസേറ്റിൽ പിന്നെയും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ബോയിലറിലേക്ക് വരും. ബോയിലറിൽ അത്രയും കുറച്ച് എനർജി കൊടുത്താൽ മതി ഇതിനെ സ്റ്റീം ആക്കാനായിട്ട്. അവിടെയൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ അവൈലബിലിറ്റി അനുസരിച്ചാണ്. അവിടെ ചിലപ്പോൾ കൂടുതൽ എനർജി ബോയിലറിൽ നിന്ന് നമുക്ക് സ്റ്റീം കിട്ടുന്നുണ്ടാവും. അവിടെയൊക്കെ ആയിരിക്കും റീജനറേറ്റിംഗും അങ്ങനെയുള്ള ഓരോ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് കൊടുക്കുക. വേറെ പിന്നെ പറഞ്ഞ തുടക്കത്തില് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത എന്തോ ടോപ്പിക്കിന്റെ കുറച്ച് ഭാഗം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു. ഇന്ന് തുടങ്ങിയ സ്ലൈഡുകൾ. തുടങ്ങിയ സ്ലൈഡുകൾ പറയാം. നമ്മൾ ബോയിലർ കഴിഞ്ഞ് സ്റ്റീം പൈപ്പും ഇൻസുലേഷനുമാണ് പറഞ്ഞത്. അത് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സ്റ്റീം ഇൻസുലേഷൻ. ഇനി ബോയിലർ ഡ്രോട്ട് ആണോ, ബോയിലർ ഡ്രോട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്? അത് സ്റ്റീം പൈപ്പും ഇൻസുലേഷനും ആണോ? അതായത് ബോയിലറിൽ നിന്ന് സ്റ്റീം ഇൻസുലേഷനും പൈപ്പിങ്ങിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയിലറിൽ നിന്ന് പമ്പ് ചെയ്യണത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആയിരിക്കും. ഈ സ്റ്റീം നമ്മൾ ടർബൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടർബൈൻ ചിലപ്പോൾ വളരെ ദൂരെ ആയിരിക്കും ഇരിക്കുന്നു. റീഹീറ്റിങ്ങും പ്രീഹീറ്റിങ്ങും ഒന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രീഹീറ്റിങ്ങും ഒന്നല്ല. അത് എവിടെ ഉപയോഗിക്കണമെന്നനുസരിച്ചാണ് പ്രീഹീറ്റിങ്ങും റീഹീറ്റിംഗും എന്ന് പറയുക. എവിടെ ഉപയോഗിക്കണത്? ടർബൈന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വരുമ്പോൾ നമ്മൾ റീഹീറ്റിംഗ് എന്നാ പറയണത്. കൺസെപ്റ്റ് പ്രീഹീറ്റിംഗ് പോലെ തന്നെയാണ്, പക്ഷെ അത് എന്താണെന്ന് ഇപ്പൊ ഫർണസിൽ പ്രീഹീറ്റിംഗ് ഉണ്ട്. എക്സോസ്റ്റ് ഗ്യാസ് വെച്ചിട്ട് നമ്മൾക്ക് വെള്ളം ചൂടാക്കണതിന് അതിനെ പ്രീഹീറ്റിംഗ് എന്ന് പറയാം. അപ്പൊ സ്റ്റീം പൈപ്പിങ്ങിന്റെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആയിരിക്കും, ഹൈ പ്രഷർ സ്റ്റീം ആയിരിക്കും. ഇത് രണ്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണ ഒരു പൈപ്പ് ലൈൻ ആയിരിക്കണം സ്റ്റീം പൈപ്പ് എന്ന് പറയുമ്പോൾ. അതിനിപ്പോ ഹൈ പ്രഷറും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. തെർമല് കണ്ടക്ടിവിറ്റി, പൈപ്പിന് ഒരിക്കലും കണ്ടക്ടിവിറ്റി നല്ലപോലെ ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അത് ഇൻസുലേറ്റ് ചെയ്യും. സാധാരണ സിൽക്ക് വൂള് അങ്ങനെ തെർമൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് സീൽ ചെയ്യുക. അപ്പൊ പൈപ്പ് എപ്പോഴും കവർ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും തെർമൽ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു സ്റ്റീം പവർ പ്ലാന്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് FACT കൊച്ചിൻ ഡിവിഷനിൽ പോയാൽ മതി. ഓക്കെ സാർ, ഇത് ഏകദേശം ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ? ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് മോഡലിലെ എല്ലാ പോർഷൻസും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവറാച്ച സാറ്
ഹലോ ഹലോ സാറേ നമുക്ക് ഇന്നിപ്പം സ്റ്റോപ്പ് ചെയ്യാന്നാണോ? ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. വേറെ വേറെ ഡൗട്ട്സ് ഒന്നും വന്നില്ല. പിന്നെ അവർ സ്ലൈഡ് ചോദിച്ചിട്ടുണ്ട്. ഫോൺ സ്ലൈഡ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഫോൺ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ സാറിന്റെ ഫോൺ നമ്പർ കൂടെ ഇത് കൊടുത്തരും സാറേ. ഞാൻ എന്റേത് കൊടുത്തായിരുന്നു. സാറിന്റെ കൂടെ ഒന്ന് വാട്സപ്പ് ചെയ്തു. വാട്സപ്പ് അല്ല, ഇവിടെ കിടപ്പുണ്ട്, ചാറ്റിൽ ജിമെയിലിൽ ഈ സ്ലൈഡിൽ വന്നിട്ടുണ്ട്. സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ടല്ലേ? നോട്ട് ചെയ്തോ. ഏതൊക്കെ സാറിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എന്റെ താങ്ക് യു. ഓക്കെ സാറേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു. സാറ് നമ്മൾ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിന്റെ സിസ്റ്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള ക്ലാസ്സിന്റെ ഫസ്റ്റ് മൊഡ്യൂള് സാറ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും തന്നിട്ടുണ്ട്. കൂടാതെ വാട്സപ്പ് നമ്പരും എന്റെ വാട്സപ്പ് നമ്പരും കൊടുത്തിട്ടുണ്ട്. സാറിന്റെ ഈ നമ്പർ തന്നെയാണ് വാട്സപ്പ് എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിനെയോ എന്നെയോ കോൺടാക്ട് ചെയ്താൽ മതി. പാനലിസ്റ്റിലുള്ള അവറാജ് സാറിനും മറ്റ് അസാപ്പിനും എല്ലാം നമ്മുടെ സിസ്റ്ററിന്റെ പേരിലും ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന കോർഡിനേറ്റർ പേരിലും എല്ലാവരുടെയും പേരിലും നന്ദി അറിയിച്ചിരുന്നു. ഇന്നത്തെ സെഷൻ അവസാനിച്ചിരിക്കും. താങ്ക്സ് ടു ഓൾ.